ഏതായാലും ജന്തർ മന്ദറിൽ ഇപ്പോൾ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. CJP പ്രതിഷേധം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചത് YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദൻ, നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പുറത്തെത്തിക്കുന്നതിൽ വരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഏതായാലും ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഇപ്പോൾ. തീർച്ചയായും ജന്തർ മന്ദറിലെ ജൻസി പ്രക്ഷോഭം അത് ഫലം കണ്ടതിന് പിന്നാലെ ജന്തർ മന്ദറിന് സമീപത്തെ ഇന്റർനെറ്റ് ബന്ധം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ദിവസങ്ങളായി വിച്ഛേദിച്ചിട്ടിരുന്ന ഇന്റർനെറ്റ് കണക്ഷനുകളാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചതായി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കടക്കം ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുവാനോ വാർത്ത നൽകാനോ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം മാറി കടന്നിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ എന്നോടൊപ്പം ഒരു മലയാളി സംഘം ചേർന്നുണ്ട്. ദുബായിൽ നിന്ന് ദില്ലിയിൽ ഈ ജൻസി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി എത്തിയ മലയാളി സംഘം ഇന്റർനെറ്റ് തിരിച്ചു വന്നല്ലേ? അതെ, ഇന്റർനെറ്റ് വളരെ സന്തോഷം. രാവിലെ തൊട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ആരെയും കോൺടാക്ട് ചെയ്യാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ 6:30 ഇവിടെ എത്തിയതാണ്. സന്തോഷം, എല്ലാം നല്ല രീതിയിൽ പര്യവസാനിച്ചതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് ഏതൊരു പൊളിറ്റീഷ്യനായാലും ഒരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവർ ഫസ്റ്റ് ഈ ഇൻസിഡന്റ് ഓർക്കും. നമ്മളുടെ യുവതലമുറ ഉറങ്ങിക്കിടക്കല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ ആക്ച്വലി ദുബായിൽ അബ്രിക് ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ സ്റ്റാഫുകളാണ്. ഞങ്ങൾ ടോട്ടൽ 23 പേരോട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ CEO മിസ്റ്റർ ഷാജിയാണ് ഞങ്ങളോട് പറഞ്ഞയച്ചത്. ഞങ്ങളോട് പറഞ്ഞു ലീവ് അല്ല, ഞങ്ങൾക്ക് ഓൾറെഡി ലീവാണ്. ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവിടെ എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും വിട്ടോന്ന് പറഞ്ഞു. കമ്പനി പറഞ്ഞു. അതെ, കമ്പനി ചെലവിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ നെറ്റ് രാവിലെ ഉണ്ടായില്ല, ആരെയും ഇൻഫോം ചെയ്യാനോ വീട്ടിൽ പറയാനോ ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് കാലുകുത്തിയ ഉടനെ വിദ്യാഭ്യാസ മന്ത്രി. അതെ, അതിലാണ് സന്തോഷം. ആക്ച്വലി ഞങ്ങളുടെ വരവാണ് സന്തോഷം. അതാണ് വളരെയേറെ സന്തോഷം. തന്നെയാണ് ഒരു മലയാളി സംഘം ദുബായിൽ നിന്ന് ദുബായിലെ മുതലാളിയുടെ താല്പര്യപ്രകാരം നിങ്ങൾ അവിടെ പോയി പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇവിടെ 6:30 കൂടി എത്തി. 6 മുതൽ ഇങ്ങോട്ടേക്ക് ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നതിന് പിന്നാലെ 3:30 കൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. ഇപ്പോൾ ആ സന്തോഷം ഉൾപ്പെടെ അവർ പങ്കിടുന്നു. ഒപ്പം തന്നെ ഇന്റർനെറ്റ് ബന്ധം തിരികെ വന്നതിലെ സന്തോഷവും പറയുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കേരള ഹൗസിന് മുന്നിലാണ്. ഇവിടെ പോലും ഇന്റർനെറ്റ് ബന്ധം അല്പസമയം മുമ്പ് വരെ ഇല്ലാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ഇന്റർനെറ്റ് ബന്ധം ജന്തർ മന്ദറിനും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. രാജിവെച്ചതിന് പിന്നാലെ CJP പ്രതിഷേധത്തിന് അത് അവസാനം കുറിക്കുന്നു എന്ന് വക്താക്കളടക്കം വ്യക്തമാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഇന്റർനെറ്റ് ബന്ധം ജന്തർ മന്ദറിലും സമീപത്തും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വിനീത, YS അഭിനന്ദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നിയന്ത്രണങ്ങൾ ഓരോന്നായി നീക്കുകയാണ്. ജന്തർ മന്ദറിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.